ഹായ്, എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നല്ലോ. ഞങ്ങളെല്ലാവരും കുഴപ്പമില്ലാതിരിക്കുന്നു. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറേ സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ട് ഇന്നത്തെ ഒരു ദിവസം. അതെല്ലാവർക്കും അറിയാമായിരിക്കും എന്താണെന്നുള്ളത്. എൻ്റെ അമ്മച്ചി അങ്ങ് പോയതിൻ്റെ ഒരു വിഷമം, അമ്മച്ചി ഇല്ലാത്ത ആദ്യത്തെ ഒരു വിഷുവാണ് എൻ്റെ ജീവിതത്തിൽ അമ്മ എൻ്റെ കൂടെ ഇല്ലാത്തത്. അതിൻ്റെയാണ് വിഷമം. പിന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് അർജൻറ്റായിട്ട് പറയട്ടെ. ഇന്നലെ ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 5 നാളുകാർക്ക് രാജയോഗം വരാൻ പോകുന്നു. കാരണം വിഷുവിൻ്റെ, അതായത് മേടം രാശിക്കാരുടേത് നോക്കി വെച്ചിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് വന്ന് ഒരുപാട് പേര് വന്ന് കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നുമില്ല, ഇത്ര നാളുകാർക്ക് നല്ല സമയമാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ നാളുകാരോട് നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാനൊന്ന് പറയാം എന്തൊക്കെയാണെന്ന്. ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇന്ന് ഞാൻ എഴുന്നേറ്റിട്ടില്ല. എന്നും വെളുപ്പിനെ ഞാൻ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുന്ന ഒരാളാണ്. അത്യാവശ്യം ജോലി എല്ലാം തീർത്തൊക്കെ വെക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ താമസിച്ച് എഴുന്നേറ്റിട്ട് എൻ്റെ അശോമ വന്നാണ് എന്നെ വിളിച്ചേൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു സമയം കണക്കാക്കി എല്ലാവരും ഏൽക്കുന്നത്. രാവിലെ ഒരു കാപ്പി ഉണ്ടാക്കുകയോ ചായ തിളപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഭക്ഷണം പോലും ഞങ്ങൾ രാവിലെ ഉണ്ടാക്കിയില്ല. അതുപോലെ തന്നെ ഉച്ചയ്ക്കും നമുക്ക് ഇന്നിപ്പോൾ വിഷു ആയതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോയി കഴിക്കാനോ പിറക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ. ശകലം അരിയും ചെറുപയറും കൂടെ ഒന്നിച്ചിട്ട് കഞ്ഞിയാക്കി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത്തിരി ഒരു അച്ചാറും വെച്ചിട്ടുണ്ട്. അത്രയും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അതൊന്നും എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ അമ്മച്ചിയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ചാച്ചനും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മക്കൾ വിശന്നിരിക്കുമോ, ഒരു നല്ല ദിവസം വരുമ്പോൾ നിങ്ങൾ പപ്പടം പഴം പായസം കൂട്ടി ഊണ് കഴിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് വിഷമം വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ വിശന്നും പട്ടിണി ഇരിക്കുകയോ ഒന്നും ചെയ്തേക്കരുത്. ഇപ്പം ഞാനോ അമ്മയോ മരിച്ചു കിടന്നാൽ പോലും നിങ്ങൾ വിശന്നിരിക്കരുത്. ആ വിശന്നിരിക്കുമ്പോഴാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കർമ്മം ഒന്നും ചെയ്യണ്ട. പക്ഷേ മക്കള് നല്ല രീതിയിൽ ജീവിക്കുക, നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക, മറ്റുള്ളവർക്ക് ഒരു സഹായമായിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മരിച്ചവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അവർ കാണാനും കേൾക്കാനും പോകുന്നില്ല. ജീവിച്ചിരിക്കുക. ഇപ്പം അച്ഛൻ അങ്ങ് പോയാലും നിങ്ങൾ അമ്മച്ചീനെ നല്ല രീതിയിൽ നോക്കണം. അല്ലാതെ അവക്ക് വേറെ ആരുമില്ല. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അമ്മച്ചി ആണും പെണ്ണുമായിട്ട് അമ്മച്ചി ഒരൊറ്റ ഒരു മോളായിരുന്നെന്ന്. അപ്പൊ അമ്മയ്ക്ക് വേറെ കൂടപ്പുറപ്പുകളോ ബന്ധുക്കാരോ സ്വന്തക്കാരോ ഒന്നുമില്ല. അമ്മയുടെ ലോകം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ 7 മക്കളും അച്ചാച്ചനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വാക്ക്, അച്ചാച്ചന് കൊടുത്ത വാക്കും അല്ലെ അച്ചാച്ചൻ ആവശ്യപ്പെട്ട കാര്യവും എൻ്റെ അമ്മച്ചിയുടെ മരണം വരെ ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ അമ്മയില്ലാതെ എനിക്കൊരു വിഷു ഉണ്ടാകുമെന്നോ ഓണം ഉണ്ടാകുമെന്നോ ഒന്നും ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. എനിക്കതങ്ങ് ഇപ്പോഴും എനിക്ക് ഉൾക്കൊണ്ടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ അമ്മച്ചി ഞങ്ങളോട് പട്ടിണിക്ക് ഇരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ മറ്റു കാര്യത്തിലോട്ട് നമുക്ക് കിടക്കാം. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ഞാൻ 5 നാളുകാർക്ക് രാജയോഗം വരാൻ പോവുകയാണ്. അവർ ചെയ്യേണ്ട കുറെ കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നാളുകാർ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കണ്ടവർക്കറിയാം. അപ്പം ഞാനത് ഒന്നുകൂടെ പറയാവേ. മകം, പുണർദം, ചിത്തിര, ചോതി, വിശാഖം, ഇതാണ് ഈ 5 നാളുകാര്. ഈ 5 നാളുകാരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഇന്നിപ്പം മേടമാസം 2-ാം തീയതിയാണ്. ഈ മേടമാസം 10-ാം തീയതിക്കുള്ളില് ഈ 5 നാളുകാരോട് മറ്റുള്ള നാളുകാർ, ബാക്കിയുള്ള നാളുകാരുണ്ടല്ലോ, ഈ 5 നാൾ ഒഴിവാക്കി ബാക്കിയുള്ള നാളുകാര് ഈ മേടം 10-ാം ഉദയത്തിനുള്ളിൽ, 10-ാം ഉദയം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് അറിയാവോ എന്നറിയത്തില്ല. അതായത് മേടമാസം 10-ാം തീയതി, ഇംഗ്ലീഷ് മാസമല്ല കേട്ടോ. ഈ 10-ാം തീയതിക്കുള്ളിൽ അവരുടെ കയ്യിൽ നിന്ന് ഒരു രൂപ കോയിനെങ്കിലും മേടിച്ച് നിങ്ങൾ ഭദ്രമായിട്ട് നിങ്ങൾ കൊണ്ട് നടക്കുന്ന പേഴ്സിൽ വെക്കുക. അത് ഒരാവശ്യത്തിനും നിങ്ങൾ എടുക്കരുത്. ആ തന്നയാളിൻ്റെ പേരും നാളും കൂടെ അതിൽ എഴുതണം. നാള് കിട്ടിയെങ്കിൽ മാത്രം. നാള് ചോദിക്കുമ്പം ചിലർ തെറ്റിദ്ധരിക്കും. അപ്പം വെറുതെ ജസ്റ്റ് എന്തെങ്കിലും വർത്താനം പറയുന്ന കൂട്ടത്തിൽ നാളെന്താണെന്നങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ നാള് കിട്ടുവാണെങ്കിൽ ആ തന്നയാളിൻ്റെ നാള്, പേര് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആദ്യമേ പേര്, അത് കഴിഞ്ഞ് നാൾ എഴുതുക. അതായത് നിങ്ങൾ ഏത് ഡേറ്റിനാണോ ഈ പൈസ മേടിക്കുന്നത്, ഇന്നിപ്പം 2ആണ്, നാളെ 3 മേടിക്കുന്നെങ്കിൽ 3 എഴുതണം. ആ ഡേറ്റ് എന്ന് എഴുതിയിട്ട് ആ 3-ാം തീയതി എന്നുള്ള ഡേറ്റ് മലയാള മാസം എഴുതാവുള്ളൂ കേട്ടോ. ഇംഗ്ലീഷ് മാസം കയറി എഴുതരുത്. അപ്പോൾ തന്നയാളിൻ്റെ പേര്, നാള്, നിങ്ങൾ കൈവശം കാശ് വെച്ചേക്കുന്ന ആ ഡേറ്റും കൂടെ നിങ്ങൾ ഈ വെള്ള പേപ്പറിൽ എഴുതിയിട്ട് ആ കോയിൻ പൊതിഞ്ഞ് നിങ്ങളുടെ പേഴ്സിലോ പോക്കറ്റിലോ പാൻറ്റിലോ നിങ്ങൾ ഈ 5 നാളുകാരൊഴിച്ച് ബാക്കി നാളുകാർ ഇതുപോലെ ഒന്ന് ചെയ്യണം കേട്ടോ. ഇനി അഥവാ ഇനി പേഴ്സോ ഇനിയും പോക്കറ്റിലിടാൻ സംവിധാനം ഇല്ലാത്തവർ മാത്രം, അപൂർവങ്ങളിൽ അപൂർവം മാത്രമേ ഉള്ളൂ പേഴ്സൊന്നും കൊണ്ട് നടക്കാത്തവർ. സ്ത്രീകളാണെങ്കിൽ ബാഗ് ഇല്ലാത്തവരാരുമില്ല. അങ്ങനെ ഇതൊന്നും കൊണ്ട് നടക്കാത്തവരുടെ കാര്യം പറയണേ. നിങ്ങൾ എപ്പോഴോ നിങ്ങളുടെ കയ്യിൽ എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് പൈസ വരില്ല, അത് നിങ്ങൾ എവിടെയാ ഭദ്രമായിട്ട്
വെച്ചേക്കുന്നത് ആ കൂട്ടത്തിൽ വെക്കുക. ഒരാവശ്യത്തിനും എടുക്കരുത് കേട്ടോ. ആ പൈസ നിങ്ങൾ ഭദ്രമായിട്ട് സൂക്ഷിക്കണം. അടുത്ത വർഷം, അതായത് വിഷുവിൻ്റെ അന്ന് മാത്രമേ ഈ കാശെടുക്കാവുള്ളൂ. വിഷുവിൻ്റെ അന്ന് ഈ കാശെടുത്തിട്ട് നിങ്ങൾ അമ്പലത്തിൽ പോകുന്നവരാണ് നിങ്ങൾ അമ്പലത്തിലെ കാണിക്കവൻ ചെല്ലിടുക. പള്ളിയിൽ പോകുന്നവർ അവിടെ ഇടുക. നിങ്ങൾ എവിടെയാണോ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് ആ സ്ഥലത്ത് മാത്രം നിങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് ഈ കാശെ തൊടുവോ എടുക്കുകയോ ഒന്നും ചെയ്യരുത്. നിങ്ങൾ ഓരോ ദിവസവും ഈ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 2-ാം തീയതി തൊട്ട് 10-ാം തീയതി മേടം 10-ാം തീയതി ആണെങ്കിൽ നിങ്ങൾ ആ ഡേറ്റ് മേടം 10 തന്നെ എഴുതണം. അപ്പം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ 10-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് നിങ്ങളുടെ കടം തീർക്കാനുള്ള കാശ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളെ തേടി എത്തിയിരിക്കും. ഏതു മാർഗത്തിൽ കൂടി ഈ 5 നാളുകാരോടെ മേടിക്കാവുള്ളൂ. ഞാൻ ആ നാളൊന്നും കൂടെ പറയാം. മകം, പുണർദം, ചിത്തിര, ചോതി, വിശാഖം, ഈ 5 നാളുകാരോടെ മേടിക്കാവുള്ള, വേറെ നാളുകാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളെ തേടി ഇവർക്ക് അതുപോലെ രാജയോഗമാണ് ഈ 5 നാളുകാർക്ക്. ഇവരുടെ കയ്യിൽ ഈ കോയിൻ ഒരെണ്ണം നിങ്ങളുടെ കയ്യിൽ വന്നാൽ നിങ്ങളുടെ കാര്യങ്ങളും ഇതുപോലെ തന്നെ നിങ്ങളുടെ നടക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വലിയൊരു കാര്യം നടക്കും. പിന്നെ ഇപ്പം കടമായാലും എന്ത് കാര്യമായാലും നിങ്ങൾക്ക് നടക്കും. നിങ്ങൾ കാരണം ഒന്നും എഴുതണ്ട, ആ ഡേറ്റ് മാത്രം എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് ഈ കോയിൻ കൊണ്ട് നടക്കുക. എന്നെ വിശ്വസിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യവും നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇത് ചേട്ടായി പറഞ്ഞു തന്ന ഒരു കാര്യമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് നടക്കാത്തവർക്കും സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നവർക്കും വേണ്ടിയിട്ട് പറഞ്ഞു തന്നാകട്ടോ. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് നിങ്ങളിത് എഴുതുമ്പോൾ, ആ ഡേറ്റ് എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർത്താൽ മതി. ഇനിയിപ്പം നിങ്ങൾ ആവശ്യം മറന്നു പോയെങ്കിലോ എന്ന് ഓർക്കുന്നവരുമുണ്ട്. അയ്യോ ഞാൻ ഏത് ആവശ്യമായിരുന്നു വെച്ചാൽ പല ആവശ്യങ്ങളുള്ളവരുണ്ടില്ലേ. അപ്പോൾ അവരോർക്കും അയ്യോ ഞാൻ ആ കോയിൻ പൊതിഞ്ഞ് വെച്ച എന്താവശ്യം ഓർത്തായിരുന്നു എന്ന് മറന്നു പോകുന്നവരുണ്ട്. അപ്പൊ ഈ മറന്നു പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അവരെന്ത് ചെയ്യണം, ഇതിങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ആ പേപ്പറിൽ ഞാൻ എൻ്റെ ഇന്ന കാര്യമാണ്, നിങ്ങളുടെ ആ ആവശ്യം ആ പേപ്പറിൽ വന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോ. ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുന്നവർക്ക് എഴുതണ്ട കേട്ടോ. ഓർമ്മയിൽ നിൽക്കുന്നവർ എഴുതണ്ട. അപ്പൊ ഇങ്ങനെ നിങ്ങളൊന്ന് എഴുതി വെച്ചോ. ഞാൻ ഈ പറഞ്ഞത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ് ഈ പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു എഫക്റ്റാണ്. ഒരു നെഗറ്റീവ് എനർജി അങ്ങ് മാറിയിട്ട് നമുക്ക് എന്ത് പറ്റും, പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും വന്ന് നിറയും. എപ്പോഴും നമ്മൾ ഈ നെഗറ്റീവ് എനർജി മാറി നിൽക്കാൻ ഞാൻ നിങ്ങളോട് പല കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും എഫക്റ്റായിട്ടുള്ളതാണ് നമ്മൾ രാവിലെ ഒരു സ്പടിക ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു ചെറുനാരങ്ങ ഇട്ട് വെക്കണം എന്നുള്ളത്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞ അത് ഒരുപാട് ലക്ഷക്കണക്കിന് 1 മില്യൺ ഓടിയ ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ അകത്തൊരു ഷോർട്ട് വീഡിയോ, അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഞാനൊരു കടയിൽ ചെന്നപ്പം ഇത് കണ്ടിട്ട് ഞാൻ ചോദിച്ചിട്ട് ആ കടക്കാരൻ ചേട്ടൻ വളരെ വിശുദ്ധമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ഷോർട്ട് വീഡിയോ കിടപ്പുണ്ട്, കണ്ടു കഴിയുമ്പോൾ. അപ്പൊ ഈ 5 നാളുകാരോട് നിങ്ങൾ അടുത്തിടപഴകുക, സൗഹൃദം സ്ഥാപിക്കുക, 1 രൂപ കോയിൻ മേടിക്കുക, സംസാരത്തിൻ്റെ ഇടയിൽ നാളൊന്ന് ചോദിച്ച് നാളെ കിട്ടിയാൽ നാളും കൂടി എഴുതിക്കോണം കേട്ടോ. അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാനുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വീഡിയോയും വിഷു കൈനീട്ടവും. ഇത് ഞാൻ നിങ്ങൾക്കായിട്ട് തന്നിരിക്കുന്നു കേട്ടോ. ആവശ്യങ്ങളെല്ലാം പറഞ്ഞു ചെയ്തു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നത്തെയും പോലെ തന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.